അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിലെ ഇഫ്താർ മീറ്റ് വളരെയധികം മനോഹരമായ രീതിയിൽ കഴിഞ്ഞു. ആയിഷുമ്മ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെയധികം ഭംഗിയും റാഹത്തുമായിട്ട് കഴിഞ്ഞു. മുത്തഅല്ലിമീങ്ങൾക്കെല്ലാം ഇഫ്താർ കിറ്റും ക്യാഷുമെല്ലാം കൊടുത്തപ്പോൾ ആയിഷുമ്മയുടെ മനസ്സ് നിർവൃതി പൂണ്ടു. എന്നാൽ അതിൽ ബാക്കി വന്നിരുന്ന കുറച്ചധികം ഫുഡ് ഐറ്റംസിന്റെ കിറ്റ് ബാക്കിയുണ്ടായിരുന്നു. അന്ന് നോമ്പ് തുറക്കാൻ വന്നവർക്ക് അതും കൊടുത്തയക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ സൗദയുടെ ഉമ്മക്കും കിട്ടി ഒരു കിറ്റ്. അത് ഫുഡിന്റെ ബാക്കിയുള്ളതും ഒരു കിറ്റും കിട്ടിയപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം. വന്നവർക്കായിട്ട് ആയിഷുമ്മ കൈമടക്ക് കൊടുക്കുകയും ചെയ്തു. എല്ലാവരും സന്തോഷത്തിലായിട്ട് അത് വാങ്ങി. എല്ലാവരും ആയിഷുമ്മക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. മുത്തഅല്ലിമീങ്ങൾക്കും അത് വല്ലാത്ത സന്തോഷമായി. അവർ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടിയാണ് പിറ്റേ ദിവസം പോകുന്നത്. എന്നാൽ ആ ദിവസം ഉസ്താദ് സമീറയുടെ അരികിലേക്ക് എത്തി. അന്ന് സമീറക്ക് അവിടെ നിന്ന് പോരാൻ മനസ്സില്ലായിരുന്നു. അത് മക്കളെ കളിപ്പിച്ചുകൊണ്ടും നോക്കിക്കൊണ്ടും അവൾ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ തറാവീഹ് കഴിഞ്ഞ ഉസ്താദ് സമീറയെ വിളിച്ചു. സമീറ, നമുക്ക് പോവണ്ടേ? എന്നാൽ ആയിഷുമ്മ പെട്ടെന്ന് പറഞ്ഞു, അല്ല ഉസ്താദേ, ഇന്ന് പോവണ്ട. ഇനിയിപ്പോൾ ഈ സമയമായില്ലേ, അത്താഴം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഇനിയിപ്പോൾ ഇതിനായിട്ടൊരു പോക്ക് ഇനിയിപ്പോൾ പോയിട്ട് അവിടെ പോയി ഓൾ കുക്കിംഗ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാം. എന്തേ, ഏതായാലും എല്ലാവരും കൂടി ഒരു രസം തന്നെയല്ലേ. എന്നാൽ സൗദയുടെ ഉമ്മ അവിടെ ഇവിടെയായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അവർ നോക്കുന്നത് അവരുടെ മകളെയാണ്. എൻ്റെ മകൾ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്നുള്ള രീതിയിൽ. പക്ഷേ അത് തുറന്ന് ചോദിക്കാനും വയ്യല്ലോ. കാരണം ഞാനായിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞതാണ് ആയിഷുമ്മയെ. ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ വില ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതെ, എൻ്റെ മോളെ നല്ലൊരു തറവാട്ടിൽ നിന്നാണ് ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്. എന്തു ചെയ്യും, എൻ്റെ അഹങ്കാരം കൊണ്ട് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. മനസ്സമാധാനത്തിൽ ആ ഒരു വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതെ, ഹസീന ഓരോ ജോലി ഏൽപ്പിക്കും. എന്നാൽ സത്താറിനും ഇപ്പോൾ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. അവൾ സത്താറിനോട് പറയുകയാണ്, നിങ്ങൾ ഉമ്മാനെ കൂടുതലായിട്ട് ഇങ്ങനെ കൊഞ്ചിക്കാനും ഇതിലും നിൽക്കണ്ട. ഉമ്മ അത്ര നല്ല സാധനമൊന്നല്ല. കുറച്ചൊക്കെ സ്ട്രിക്റ്റ് തന്നെ പെരുമാറിക്കോളി. പിന്നെ ആ വീടും സ്ഥലവും നമ്മളെ പേരിലാക്കണം. അതിനുള്ള നോക്കിക്കോളി നിങ്ങൾ. അല്ല ഞാനുണ്ടല്ലോ, പറയാൻ പറ്റില്ല ഉമ്മാന്റെ സ്വഭാവം. ഇത്താത്തിയെ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന ഉമ്മാക്ക് ഞമ്മളവിടെ നിന്ന് പുറത്താക്കാനും ഒരു പണി ഉണ്ടാവില്ല. ഇപ്പൊ സാധു അയക്കണ കാര്യാക്കണ്ട. ഉള്ളത്തെ വിഷം നിങ്ങൾക്ക് അറിയില്ല. ശരിക്കും സത്താറിനോടത് പറഞ്ഞപ്പോൾ സത്താറ് ചോദിച്ചു, സ്വന്തം പെറ്റുമ്മയെ കുറിച്ച് നിനക്കിങ്ങനെ പറയാനൊരു നാണം ഇല്ലേ? ഓ പിന്നെ, ഇങ്ങളിത്ര പുണ്യാളിനൊന്നും ആവണ്ട. ഇങ്ങക്കുണ്ടല്ലോ ഭാര്യയും മക്കളൊക്കെ. എന്നിട്ടിപ്പോ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണതോ അതിനോടൊന്നും വരില്ലല്ലോ. എന്നാൽ സത്താറിന് ഹസീനയുടെ വാക്കുകൾ ഒട്ടും പിടിച്ചില്ല. ഹസീന, ഒരിക്കൽ പോലും എനിക്ക് ഇഷ്ടമല്ല എന്നോട് തിരിച്ചു പറയുന്നത്, മനസ്സിലായല്ലോ? കാര്യം ഏത് ബാപ്പാനോടും പറയണമെന്നേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഉമ്മയിൽ നിന്ന് അതായിരിക്കും നിങ്ങൾ പഠിച്ചത് അല്ലേ? അതൊന്നുമല്ല, എനിക്ക് അങ്ങനെ തന്നെയാണ്. എന്തപ്പോ കാര്യം പറഞ്ഞൂടെ? എന്താ നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ നിങ്ങളെ ഭാര്യന്റെ മക്കളെടുത്തേക്ക്? ചിലപ്പോ അതല്ല, അതിനപ്പുറമൊക്കെ വേണ്ടി വരും. എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? അതെ, ഈ വീടും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ മറ്റു വല്ല പ്ലാനിങ്ങും ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊന്നും നടക്കൂലട്ടോ. അതെ, സത്താറും ഹസീനയും ചെറിയൊരു പിണക്കത്തിൽ. എന്നാൽ ഉമ്മയെ അവിടെ കാണുവാനില്ല കേട്ടോ. ഒന്നും അവർ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. മക്കള് പാവം. അവർ ആ ഒരു അടുക്കളക്കടുത്തുള്ള ചെറിയ റൂമിൽ അവർ അക്ഷമരായി ഇരിക്കുകയാണ്. അവർക്ക് പേടിയാണ് എന്തെങ്കിലും ചീത്ത പറയുമോ എന്നൊക്കെ കരുതിയിട്ട്. എന്നാൽ അവർ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. എന്താ ഒച്ചപ്പാടൊന്നും കേൾക്കണില്ലല്ലോ തള്ളന്റെ ഒന്നും. പാവം മക്കള് ഭയന്നിരിക്കുകയാണ്. അവര് ഉമ്മനെയാണെങ്കിൽ കാണുന്നുമില്ല. ഭക്ഷണമൊക്കെ അവരെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉമ്മയെ ചോദിക്കുകയോ അനിയത്തിമാരെ ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ആ മക്കൾക്ക് സങ്കടം തോന്നുകയാണ്. എന്നാൽ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് കിട്ടുമെന്ന് കരുതി അവിടെ തന്നെ ചുറ്റിപ്പറ്റി കൂടി നിൽക്കുകയാണ്. ഇതിപ്പോ നേരിട്ട് ചോദിക്കാനും വയ്യ സൗദ എവിടെയെന്ന്. കാരണം എൻ്റെ പണിയാണ് ഇതൊക്കെ. മോശമാണ്. അവർ അവരുടെ മുഖം മൂടി പൊന്തിച്ചതേയില്ല. അത് താഴ്ത്തിയിട്ട് തന്നെ
നിൽക്കുകയാണ്. എന്നാൽ അവര് വീണ്ടും അവിടെ നിൽക്കുമ്പോൾ ഉമ്മ ചോദിച്ചു, ആ പിന്നെ നിങ്ങൾക്ക് കിറ്റ് കിട്ടിയില്ലേ? ഇത് കൊണ്ടേക്കോളി, ഇവിടെ ഇനിയുണ്ട് കുറെ ബാക്കി എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കിറ്റ് കൂടി എടുത്ത് അവരുടെ കൈകളിൽ കൊടുക്കുകയാണ്. സമാധാനായി. ഏതായാലും എനിക്കും എൻ്റെ കുട്ടികൾക്കെങ്കിലും എടുക്കാലോ. ഏതായാലും ഇപ്പൊ സൗദന്റെ പൈസ കിട്ടാത്തോണ്ടേ ഓളുടെ ആ ഫോണിലൊക്കെയാണ് എങ്ങനെയൊക്കെ ഏതൊക്കെയാന്നാവോ. ഓളാണെങ്കിൽ ഫോണ് കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ ഫോണ് ബാങ്കിലൊക്കെ കൊണ്ടുപോയി കൊടുത്താല് പറ്റുമെന്നാവും. അതിൽ കുറേ പൈസ വന്ന് കെടുക്കണൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് കിട്ടണ്ടേ. ആദ്യമൊക്കെ നേരിട്ടോൾ ഇന്ത്യക്ക് അപ്പക്കപ്പം ഇങ്ങനെ ഇടുകയായിരുന്നു. ഇപ്പം പിന്നെ അതും കിട്ടണില്ല. വല്ലാത്തൊരു പുതുമ. എൻ്റെ പണി തന്നെയാണ് ഒക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. അതോ ഞാൻ നവാസ് അയക്കൽ നിർത്തിയിരിക്കണ അതൊന്നും അറിയില്ല. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കയ്യിലുള്ള പൈസ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒന്നും ഇല്ലാതാവും വിചാരിച്ചു കണ്ട് തൊടാതെ നിൽക്കുകയാണ്. സൗദിയുടെ ഉമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. അവർക്ക് 2 കിറ്റും പൈസയും കിട്ടിയപ്പോൾ സന്തോഷമായി. അത് അവിടെ ഉണ്ടായിരുന്ന ബിരിയാണിയും മന്തിയും ചിക്കനുമെല്ലാം അവർ പാർസലാക്കി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. മക്കൾക്കെങ്കിലും കൊടുക്കാലോ എന്ന് കരുതിയിട്ട്. എന്നാലും വന്നത് മുതലായി പുത്തൻവീട് തറവാട്ടിക്ക്. വന്നാൽ പിന്നെ അല്ലെങ്കിൽ വെറും കൈയോടെ തിരിച്ചു പോരൊന്നുമില്ല. എന്താപ്പ ചെയ്യാ, അന്നിപ്പോ അങ്ങനൊക്കെ കാട്ടിക്കൂട്ടി ഒന്നുമില്ലാത്തതായിപ്പോ. ഇനിയിപ്പോൾ പഴയ രീതിക്ക് തന്നെ പട്ടിണിയിലേക്ക് തന്നെ വരുന്നാ തോന്നുന്നത്. അന്ന് പൈസ ഉണ്ടായപ്പോൾ കുറച്ച് അഹങ്കരിച്ചോ, ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. ശരിക്കും സൗദിയുടെ ഉമ്മക്ക് ആകപ്പാട് ടെൻഷനായിരുന്നു. കാരണം ഉസ്താദിൻ്റെ ആ ഒരു വയലും പ്രഭാഷണവും അതൊക്കെ കൂടി കേട്ടപ്പോൾ മനസ്സൊക്കെ എന്തെന്നറിയില്ല, വല്ലാത്തൊരു ഇടങ്ങാറ്, വാണ്ടാത്ത പണി ഞാൻ എടുത്തു. ശരിക്കും സൗദിയുടെ ഉമ്മക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. തിരിച്ചു പോയിട്ട് ഐഷുമാനോടൊന്ന് മാപ്പ് പറഞ്ഞാലോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരോടെല്ലാം തുറന്നു പറഞ്ഞാലോ? ഇല്ല, പുത്തൻവീട് തറവാട്ടിൽ എൻ്റെ കുട്ടിയെ കാണാനില്ലല്ലോ റബ്ബേ. ഇനി അവിടെ അകത്തെവിടെങ്കിലും ഉണ്ടോ അത് ഞാൻ ചോദിക്കാനും വയ്യ. നമ്മൾ നോമ്പ് തുറക്കാൻ അറിയാതെ ചെന്നതാണെങ്കിലും അവിടെ എങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതൊന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ മടിച്ച് തന്നെയാണ് പോകുന്നത്. ഒന്നും കൂടി അകത്തൊക്കെ കയറി നോക്കണം എന്നൊക്കെയുണ്ട്. എന്തൊക്കെ തന്നെയാലും ഭാഗ്യം എന്നെ ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു നിമിഷം സൗദിയുടെ ഉമ്മയുടെ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ കുട്ടിയെ ഇവിടെ തന്നെയാണ് നിർത്തിയാൽ മതിയായിരുന്നു. എന്തോ ഒരു സുഖമായിരുന്നു ഇവിടെ എല്ലാം കൊണ്ടും. എൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും വരൂലായിരുന്നു. ഇപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ 2ാമത്തെ മോള് ഇത്രക്കും വലിയ ദുഷ്ടിയാവുന്ന്. അത് സത്താറിനെ കൊണ്ട് സൗദിനെ കെട്ടിക്കണം, പുത്തൻവീട് തറവാടിന് മുമ്പിലൂടെ നടത്തണം എന്നൊക്കെ പല വ്യാമോഹങ്ങളായിരുന്നു എനിക്ക്. പക്ഷേ എന്തപ്പോ ചെയ്യാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഐഷുമ്മ പറഞ്ഞതിനനുസരിച്ച് അന്ന് ഉസ്താദും സമീറയും അവരുടെ ഫ്ലാറ്റിലേക്ക് പോയിട്ടില്ലായിരുന്നു. ഉസ്താദിന് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഐഷുമ്മ പറഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ, ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അവരല്ലേ. അതുകൊണ്ട് അവർ പറയുന്ന ആ ഒരു കാര്യം കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഉമ്മയുടെ സ്ഥാനത്തല്ലേ. എനിക്കും ഉമ്മയില്ല, അവൾക്കും ഉമ്മയില്ല. അപ്പോൾ ഈ ഒരു ഐഷമ്മയുടെ സ്നേഹത്തിൻ്റെയും ആ ഒരു തണലിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഈ സമയം അന്ന് രാത്രി തറാവീ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഐഷമ്മ ഉസ്താദിന് വേണ്ടി നല്ല ജീരകക്കഞ്ഞി വിളമ്പി കൊടുക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് കുടിക്കുമ്പോൾ ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഉസ്താദ് ഓർത്തത് ഉസ്താദിന്റെ ഉമ്മയെയായിരുന്നു. ഉമ്മ എനിക്ക് വിളമ്പി തരുമായിരുന്നു. സന്തോഷത്തോടു കൂടി ഉസ്താദ് അത് കുടിച്ചു. അതാ അവർ ഉറങ്ങുവാൻ വേണ്ടി കിടക്കുമ്പോൾ ഉസ്താദിന്റെ കണ്ണുകൾ നിറയുന്നതായിട്ട് സമീറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തു പറ്റി ഉസ്താദെ, അങ്ങെന്താണ് കരയുന്നത്? അദ്ദേഹത്തോട് അവൾ ചോദിക്കുകയാണ്. എന്നാൽ ഉസ്താദ് പറയുന്നു, ഷമി, നാളത്തെ ദിവസം ഏതാണെന്ന് നിനക്കറിയോ? അവൾ ആകാംക്ഷയോടെ ഉസ്താദിനെ നോക്കി. റമദാൻ 3 അല്ലേ? അതെ, അത് നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിനമാണ്. ശരിക്കും അത് കേട്ടപ്പോൾ സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, തൻ്റെ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട ഭാര്യയെയും ഓർക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോയി. അവരുടെ ആദ്യ ഭാര്യ സുഹറ. അതെ, സുഹറയുടെ ഓർമ്മകളിൽ എപ്പോഴും ഉസ്താദ് തന്നോട് ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. എന്നാൽ എനിക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. ഒരു നിമിഷം സമീറയ്ക്ക് തോന്നിപ്പോകാറുണ്ട്, പഠിച്ചോനെ, എൻ്റെ ഉസ്താദിന് അവരുടെ ആദ്യ ഭാര്യയുടെ കൂടെ തന്നെ
കുറച്ചുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകിയിരുന്നെങ്കിൽ എന്ന്. കാരണം അത്രക്കും ഇഷ്ടമായിരുന്നു ഉസ്താദിന് ആ പെണ്ണിനെ. ഇപ്പോഴും എപ്പോഴും അതിനെക്കുറിച്ച് പറയുമ്പോൾ സമീർ അത് വേദനയോടെ കേൾക്കും. അത് ഐഷുവിൻ്റെ ഉമ്മച്ചി. ഐഷുവിൻ്റെ ഉമ്മച്ചിയുടെ കൂടെ ജീവിക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ശരിക്ക് ലഭിച്ചിട്ടില്ല. ആ ഒരു വേദന അവരുടെ മനസ്സിൽ നന്നായി ഉണ്ട്. എന്നാൽ റമദാനിൻ്റെ തലേ ദിവസവും അവരുടെ ഖബറിടത്തിൽ പോയി ദുആ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ സമീറിയും തന്നെ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും ദുആ ചെയ്യാറുണ്ട്. എന്നാൽ ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി മരണത്തെ കാത്തിരുന്ന ഫാത്തിമ ബീവിയുടെ മരണനിമിഷങ്ങൾ. അന്ന് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫാത്തിമ ബീവി ഹസൻ ഹുസൈൻ മക്കളെ കുളിപ്പിച്ചൊരുക്കുകയാണ്. നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കൊടുക്കുകയാണ്, മുടി വാർന്നു കൊടുക്കുകയാണ്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നപ്പോൾ ഫാത്തിമ ബീവി അവരെ മൈൻഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ അവരോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനോ നിന്നില്ല. എന്നാൽ ശരിക്കും അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. എന്തപ്പോൾ ഫാത്തിമ എന്നെ ശ്രദ്ധിക്കാത്തത്? മക്കളുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ ശ്രദ്ധ കൂടുതലായിട്ട് പുലർത്തുന്നത്? എന്നാൽ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ ഫാത്തിമ, എന്ത് പറ്റി? എങ്ങോട്ടാണ് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നത്? പ്രിയപ്പെട്ട അലിയെ, ഞാനൊരു വിരുന്ന് പോവുകയാണ്. വിരുന്നോ? അതെ, മക്കളെയും നിങ്ങളെയും കൊണ്ടുപോവാതെ ഞാൻ ഒറ്റയ്ക്കാണ് വിരുന്ന് പോകുന്നത്. ശരിക്കും അലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, ഞാനും മക്കളും ഇല്ലാതെ നിനക്ക് വിരുന്ന് പോകാൻ കഴിയുമോ ഫാത്തിമ? എൻ്റെ പ്രിയപ്പെട്ട അലിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ ഫാത്തിമ? അതായത് എൻ്റെ പ്രിയപ്പെട്ട പിതാവ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിക്കുകയാണ്, എന്നോട് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട അലി റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര സങ്കടമായി. എന്നാൽ ആ നിമിഷം തന്നെ അദ്ദേഹത്തിന് തോന്നി, അതെ, മരണത്തിൻ്റെ കാര്യമാണ്, വഫാത്തിൻ്റെ കാര്യമാണ് ഫാത്തിമ ബീവി പറയുന്നത് എന്ന്. എന്നാൽ ആ നിമിഷം തന്നെ റൗള ഷരീഫിൻ്റെ അരികിലേക്ക് അലി റളിയല്ലാഹു അൻഹു ഓടിപ്പോവുകയാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിന് അരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലി റളിയല്ലാഹു അൻഹു. എന്നാൽ ആ സമയം വീട്ടിൽ നിന്ന് ഒരടിമ ഓടി വരികയാണ്. അല്ലയോ അലിയെ, നിങ്ങളോട് ഫാത്തിമ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. ധൃതിയിൽ അലി റളിയല്ലാഹു അൻഹു നേരെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ ഫാത്തിമ ബീവിക്ക് മരണത്തിൻ്റെ അസുഖമാണ്, ആ ഒരു സമയമാണ്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ട ഫാത്തിമ ബീവി അലി റളിയല്ലാഹു അൻഹുവിനോട് ചില വസിയത്തുകളൊക്കെ പറയുകയാണ്. എന്നാൽ ആ സമയം തന്നെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, അതെ, നാളെ നമ്മളെല്ലാവരും മരണപ്പെട്ട് മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ കോടാനുകോടി ജനങ്ങൾ അങ്ങനെ ആ മഹ്ശറയിൽ നിൽക്കുന്ന സമയത്ത് പാവപ്പെട്ട ഈ അലിയിനെ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരികയാണെങ്കിൽ, കയ്യും കാലും കെട്ടി എന്നെ നരകത്തിലേക്കെങ്ങാനും വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ, എൻ്റെ ഫാത്തിമ, നീ പിതാവിനോട് പറയണം, അതെ, എൻ്റെ ഹബീബിനോട് പറയണം, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. കരഞ്ഞുകൊണ്ടായിരുന്നു അലി അത് പറഞ്ഞത്. അതെ, മുത്ത് ഹബീബിൻ്റെ ഷഫാഅത്ത് എനിക്കും വാങ്ങിത്തരണം ഫാത്തിമ, അത് നീ പിതാവിനോടൊന്ന് പറയണം. കരഞ്ഞുകൊണ്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹു ആ കാര്യം ഫാത്തിമ ബീവിയോട് പറഞ്ഞത്. എന്നാൽ വഫാത്തിന് മുമ്പേ തന്നെ ഫാത്തിമ ബീവി വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരുന്നു. റൊട്ടി പാകം ചെയ്തു വെച്ചിട്ടുണ്ട്, മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. മരണത്തിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുകയാണ്. അലിയിനോടൊന്നും ശ്രദ്ധിക്കപ്പെടാതെ, അവരോടൊന്നും കൂടുതൽ സംസാരിക്കാതെ. ആ നിമിഷമാണ് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചതും കാര്യങ്ങൾ മനസ്സിലായതും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വഫാത്താകാൻ പോവുകയാണ് എന്ന് അലിയിന് തോന്നിയത്. വിരുന്ന് പോയി കഴിഞ്ഞാൽ എന്ന് തിരിച്ചു വരും എന്നുള്ള ചോദ്യത്തിന് ഫാത്തിമ ബീവി പറഞ്ഞ കാര്യം ഇതായിരുന്നു, അതെ, ഞാൻ ഖിയാമത്ത് നാളിലാണ് തിരിച്ചു വരിക, നമ്മൾ ഒരുമിച്ച് കൂടുക. ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ ആയല്ലോ, മോൾ എൻ്റെ അടുത്തേക്ക് വാ
എന്ന് പറഞ്ഞ് ഹബീബ് വിളിച്ചതായിട്ട് അലിയിനോട് പറഞ്ഞപ്പോഴും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് എന്നെ വിട്ട് പോവുകയാണ് എന്നുള്ളത്. അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. താൻ ജീവന തുല്യം സ്വീകരിച്ചിരുന്ന തൻ്റെ പ്രിയതമ അതാ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. എന്നെയും മക്കളെയും തനിച്ചാക്കി പോവുകയാണ്. എന്നാൽ ആ സമയവും അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, നീ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കുക? എനിക്കറിയുന്നില്ല ഫാത്തിമ. എല്ലാവരും പിരിയും, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നീ ഇല്ലാതെ ഈ ദുനിയാവിൽ ഞാൻ എങ്ങനെ ജീവിക്കും? എന്നെക്കൊണ്ട് താങ്ങാൻ കഴിയില്ല. കൊടും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എൻ്റെ കൂടെ നിന്നവളാണ് എൻ്റെ ഫാത്തിമ. എനിക്ക് 2 പൊന്നു മക്കളെ സമ്മാനിച്ചവളാണ് ഫാത്തിമ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രവാചകൻ്റെ പൊന്നുമകൾ ഫാത്തിമ ഇന്ന് തന്നെ വിട്ട് പിരിയുകയാണ്. മരണത്തിന് മുമ്പായിട്ട് ഫാത്തിമ ബീവി അതാ തൻ്റെ പൊന്നുമക്കളെ വിളിച്ച് മടിയിലിരുത്തി ഓരോന്ന് പറയുന്നു. എന്നാൽ അതെല്ലാം കണ്ട് അവർ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവ് ഞങ്ങളെ വിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം അവർക്കറിയുന്നേയില്ല. ആ മക്കളുടെ മുഖത്ത് നോക്കിയതും ഫാത്തിമ ബീവി അറിയാതെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അലിയെ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ വല്ലാതെ വേദനിക്കും. അതുകൊണ്ട് തന്നെ എത്തീമക്കളായ ആ മക്കളെ എവിടെ കണ്ടാലും ചേർത്ത് പിടിക്കണം എന്നാണല്ലോ എൻ്റെ പിതാവ് പഠിപ്പിച്ചത്. അതുപോലെ എൻ്റെ മക്കളെയും ചേർത്ത് പിടിക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെക്ക് പൊരുത്തപ്പെട്ടു തരണം. അങ്ങനെ അത് വഫാത്താകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാത്തിമ ബീവി ആ റൂമിലേക്ക് കയറുകയാണ്. ഒരുപാട് സമയം ദിക്റുകളും ദുആകളും സ്വലാത്തുകളും എല്ലാം ചൊല്ലിക്കൊണ്ട്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ഓർക്കുകയാണ്, അതെ, ഫാത്തിമ ബീവിയുടെ ആ ഒരു വിവാഹത്തിൻ്റെ സമയം അവിടെയുള്ള പ്രമുഖരായ പല ആളുകളും ഹബീബിൻ്റെ പുത്രിയെ വിവാഹം ആലോചിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനോടൊക്കെ എന്തോ ഒരു താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. എന്തോ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹം നിറവേറ്റണം, അതായിരുന്നു ഹബീബിൻ്റെ താല്പര്യം. എന്നാൽ ഈ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ചെന്നിട്ടിങ്ങനെ അലിയിനോട് പറയുന്നുണ്ട്, അതെ അലി, പിന്നെണ്ടല്ലോ, നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമയുടെ വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്ന് ചോദിച്ചു നോക്ക് പ്രവാചകനോട്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന് അത് വല്ലാത്തൊരു നാണമായിട്ട് തോന്നി. ഞാനിപ്പോൾ എങ്ങനെ പ്രവാചകനോട് ചോദിക്കുക? അലിയെ ആകപ്പാടെ ഒരു ടെൻഷനിലായി. അതെ, ഞാൻ എങ്ങനെ ചോദിക്കുക പ്രവാചകനോട്? അങ്ങനെ അത് മനമില്ലാ മനസ്സോടു കൂടെ അതെ അലി റളിയല്ലാഹു അൻഹു മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. അലിയിനെ കണ്ടതും മുത്ത് ഹബീബിന് സന്തോഷമായി. സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. എന്താ അലിയെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ ഉത്തരം പറയണം, എന്ത് പറയണം എന്ന് അറിയുന്നില്ലായിരുന്നു. എന്നാൽ എങ്ങനെ അലി ഇത് പറയുമെന്ന് വിചാരിച്ചു നിന്നപ്പോൾ ആ സമയത്താണ് അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ചോദിക്കുന്നത്, അല്ലയോ അലിയെ, നീ വന്നത് എൻ്റെ പൊന്നുമകൾ ഫാത്തിമയുടെ വിവാഹകാര്യത്തിന് വേണ്ടിയിട്ടാണോ? എന്നാൽ ഒരു നിമിഷം അദ്ദേഹം ഞെട്ടിപ്പോയി. റബ്ബേ, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ അറിഞ്ഞു? അതൊരു അത്ഭുതമായിട്ട് തോന്നി. എന്നാൽ അലി റളിയല്ലാഹു അൻഹു അത് തലകുനിച്ച് അത് സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, മഹർ തരാനായിട്ടൊന്നും ഒന്നുമില്ല പ്രവാചകരെ. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലയോ അലി, ഞാൻ നിനക്ക് ഇതിനു മുമ്പ് ഒരു പടച്ചട്ട തന്നിരുന്നല്ലോ, അത് ഓർക്കുന്നുണ്ടോ നീ? ആ ഒരു പടച്ചട്ട ചന്തയിൽ കൊണ്ടുപോയി വിൽക്ക്. അതുകൊണ്ട് കിട്ടുന്ന ആ ഒരു പണം കൊണ്ട് അത് മതി ഫാത്തിമ ബീവിക്ക് മഹറായിട്ട്. എന്നാൽ ഈ സമയം നമ്മുടെ ഫാത്തിമ ബീവിയോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഫാത്തിമ, പൊന്നുമോളെ, മോൾക്ക് അലിയെ വിവാഹം ചെയ്യാൻ താല്പര്യമാണോ? ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഫാത്തിമ ബീവിക്കും സമ്മതമായിരുന്നു. അവരുടെ മനസ്സിൽ സന്തോഷമായിരുന്നു. എന്നാൽ ഈ സമയം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പറയാണ്, ബിലാൽ,
നീ കുറച്ച് സുഗന്ധം വാങ്ങിക്കൊണ്ടുവരണം. എൻ്റെ മകൾ ഫാത്തിമയുടെയും അലിയുടെയും നിക്കാഹാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അലിയിനും ഫാത്തിമക്കും വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. ആയിഷ ബീവിയും ഉമ്മു സലമ ബീവിയും അത് ഹബീബിന്റെ വീട് വൃത്തിയാക്കുന്ന തിരക്കിലാണ്. അവിടെ അതിമനോഹരമായ ഒരു സന്തോഷകരമായ നിക്കാഹ് നടക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത്രക്കും സന്തോഷകരമായ ഒരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ഹബീബ് പറയുന്നത്. കാരണം പ്രവാചകന്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമ ബീവിക്ക് അതാ നല്ലൊരു വിവാഹാലോചന, ആ ഒരു കല്യാണം അതവിടെ നടക്കുകയാണ്. ആ ദിവസം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരുപാട് സന്തോഷിച്ച നിമിഷമായിരുന്നു. അലി എന്ന് പറഞ്ഞാലും ഹബീബിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതെ, അവരും എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളും ഒരുമിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അത് വല്ലാത്തൊരു സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മദീനയിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്ന് ഫാത്തിമ ബീവിയുടെ വിവാഹത്തിൻ്റെ ദിവസമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ആ രാത്രിയിൽ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹു ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഫാത്തിമ മോളെ, അലി പാവമാണ്, ദരിദ്രനാണ്. ഒരു പക്ഷേ എൻ്റെ പൊന്നുമോൾക്ക് ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷേ ഒരിക്കൽ പോലും അലി റളിയല്ലാഹു അൻഹു നിന്നെ ഒരിക്കൽ പോലും വേദനിപ്പിക്കില്ല മോളെ. നിന്നെ അത്രയേറെ ഇഷ്ടമാണ് അലിക്ക്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെയും അലിയെയും വിളിച്ച് പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിനെ നിങ്ങൾ മറക്കരുത്. സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ രണ്ടുപേരും ജീവിക്കേണ്ടത്. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ അവരുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വരുന്നത്. മാഷാ അല്ലാ, അതിമനോഹരമായി ആ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ കഴിഞ്ഞു. ഫാത്തിമ ബീവി ഗർഭിണിയാണ്. അന്ന് ജോലി കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഉച്ച സമയത്ത് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്ത് ഇരിക്കുമ്പോൾ ഫാത്തിമ ബീവി പറയുകയാണ്, അല്ലയോ അലിയെ, എനിക്ക് മധുരമുള്ള ഈത്തപ്പഴം കഴിക്കുവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അത് ഫാത്തിമ ബീവി അങ്ങനെ പറഞ്ഞു പോയി. അതെ, എൻ്റെ പ്രിയതമൻ്റെ കൈകളിൽ പൈസ ഉണ്ടാവില്ല എങ്കിലും ഫാത്തിമ ബീവി അതങ്ങ് പറഞ്ഞു പോയി. എന്നാൽ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ മൂടി വെച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞ ആ ഒരു കാര്യം സാധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു നേരെ ചന്തയിലേക്ക് പോവുകയാണ്. അങ്ങനെ അതാ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ഭാഗത്തെത്തി അവരോട് പറയുകയാണ്, തൻ്റെ അരയിൽ കിടന്നിരുന്ന അരപ്പട്ട അഴിച്ച് അലി റളിയല്ലാഹു അൻഹു അത് ആ കടക്കാരന് നൽകിയിട്ട് ചോദിച്ചു, ഇതുകൊണ്ട് എത്ര ഈത്തപ്പഴം കിട്ടും? ആ ഈത്തപ്പഴം വേണമെന്ന്, അതും നല്ല മധുരമുള്ള ഈത്തപ്പഴം. അങ്ങനെ അരപ്പട്ട വിറ്റ് കിട്ടിയ ആ ഒരു ഈത്തപ്പഴവുമായി അലി റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയതമയുടെ അരികിലേക്ക് വരികയാണ്. എന്നാൽ വഴിയിൽ അലി റളിയല്ലാഹു അൻഹുവിന് മുമ്പിൽ ഒരു യാചകൻ പറയുകയാണ്, എനിക്ക് വിശന്നിട്ട് വയ്യ, ദിവസങ്ങളായി ഞാൻ ഭക്ഷണം വല്ലതും കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം. എന്നാൽ ആ ഈത്തപ്പഴം എടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അവർക്ക് നൽകുകയാണ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അദ്ദേഹം ആ ഈത്തപ്പഴം മുഴുവനായിട്ട് കഴിച്ചു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. എന്നാൽ വീട്ടിലെത്തിയ അലി സങ്കടത്തോടെ ബീവിയോട് കാര്യങ്ങൾ പറഞ്ഞു. ഫാത്തിമക്ക് വിഷമമുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തു പോയി ഫാത്തിമ. എന്നാൽ ആ നിമിഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട അലിയെ, അങ്ങ് എനിക്ക് മധുരമുള്ള ഈത്തപ്പഴങ്ങൾ നൽകി സന്തോഷിപ്പിക്കുന്നതിനേക്കാൾ എൻ്റെ മനസ്സ് നിങ്ങൾ സന്തോഷിപ്പിച്ചത് ഇപ്പോഴാണ്. പട്ടിണി കിടന്നിരുന്ന ദരിദ്രനായ ആ ഒരു മനുഷ്യന് നിങ്ങൾ ആ ഈത്തപ്പഴം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശപ്പകറ്റാൻ അതൊരു കാരണമായെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അലിയെ അതുതന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം? ബീവി പറയുകയായിരുന്നു. അത്രമേൽ അള്ളാഹുവിനെ ഭയന്ന് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം. പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ അത് വളരെയധികം മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സന്തോഷകരമായ ജീവിതത്തിൽ 2 വർഷം പിന്നിടുകയാണ്. 2 മക്കളുണ്ട് ഫാത്തിമ ബീവിക്ക്. എന്നാൽ നമ്മുടെ മുത്ത് ഹബീബിൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണത്തിന് ഒരുപാട് ജോലികളുണ്ട്. അതെ,
ഗോതമ്പ് ആട്ടുകയും കന്നുകാലികളെ മേയ്ക്കുകയും ദൂരസ്ഥലത്ത് നിന്ന് വെള്ളം കെട്ടിക്കൊണ്ടുവരികയും വിറക് കൊണ്ടുവരികയും അങ്ങനെ ഒരുപാട് ജോലികളാണ് നമ്മുടെ ഫാത്തിമ ബീവിക്കുള്ളത്. ഒറ്റയ്ക്ക് എല്ലാ ജോലികളും എടുക്കുകയാണ് നമ്മുടെ ഫാത്തിമ. എന്നാൽ ജോലിഭാരം കൂടി വരുന്ന ഈ ഒരു സമയത്ത് എന്നാൽ ഈ ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതാ മഹദിയുടെ കൈകൾ പൊട്ടി ചോര വരുന്ന രംഗം അലിയാർ തങ്ങൾ കാണുകയാണ്. എന്നാൽ ഈ സമയം അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട ഫാത്തിമ, നിൻ്റെ മനോഹരമായ കൈകളിലൂടെ ചോര വരാൻ തുടങ്ങി, രക്തം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ഇത്രക്കും കഠിനമായ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണെ, നമുക്ക് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നമ്മുടെ പിതാവിനോട് നമുക്ക് ഒരു വേലക്കാരത്തിയെ ആവശ്യപ്പെട്ടൂടെ? പലപ്പോഴായി അതിനുവേണ്ടി അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ ഫാത്തിമ ബീവി മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ ജോലിഭാരം വളരെയധികം കൂടിക്കൊണ്ടുവന്നു. അതെ, തീരെ വയ്യാത്ത അവസ്ഥയായി. ആ സമയത്ത് അവർ രണ്ടുപേരും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് പോവുകയാണ്. ആ സമയത്താണെങ്കിൽ ഹൈബർ യുദ്ധം കഴിഞ്ഞ അവസരവുമാണ്. ഹൈബർ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച ആളായിരുന്നു അലി റളിയല്ലാഹു അൻഹു. എന്തൊക്കെ തന്നെയാലും ഞാനെന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഒരിക്കലും നബിത്തങ്ങൾ എൻ്റെ ആവശ്യം നിരസിക്കില്ല എന്നും അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട പിതാവിൻ്റെ അരികിലേക്ക് ഫാത്തിമ ബീവി ചെന്ന്, പക്ഷേ ഈ ഒരു കാര്യം എങ്ങനെ ഞാൻ പറയും എന്ന് കരുതി നാണിച്ചു നിൽക്കുകയാണ് ലജ്ജ കൊണ്ട്. എന്നാൽ ഹബീബ് ചോദിക്കുന്നു, അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ, ഉപ്പാൻ്റെ പൊന്നു മോള് എന്തിനാണ് വന്നത്? എന്തെങ്കിലും മോൾക്ക് ചോദിക്കുവാനുണ്ടോ? അതെ, പിതാവിൻ്റെ മുമ്പിൽ അങ്ങനെ നാണിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞതാണ് ഹബീബ് തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇല്ല, ഒന്നുമില്ല. അവർ സലാം പറഞ്ഞ് തിരിച്ചു പോരുകയും ചെയ്തു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ ഫാത്തിമ, എന്താ ഉപ്പ പറഞ്ഞത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, അതൊന്നും കുഴപ്പമില്ല, സാരല്ല. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോയിട്ട് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ അലിക്ക് വല്ലാത്ത വേദനയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈകൾ പൊട്ടിയത് കണ്ടിട്ട്, ഒരുപാട് ജോലിഭാരം ഉണ്ടായത് കൊണ്ടിട്ട് അത് വല്ലാത്ത പ്രയാസമായിട്ട് തോന്നി. കാരണം ഹൈബർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയാലും ആ യുദ്ധത്തിൽ കിട്ടിയ ഒരുപാട് അടിമ സ്ത്രീകളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കെയർ ഓഫിലുണ്ടായിരുന്നു. അതെ, അവരുടെ അരികിൽ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു സ്ത്രീയെ കിട്ടിയാലും എൻ്റെ ഫാത്തിമക്ക് അതൊരു തണലാവുമല്ലോ, താങ്ങാവുമല്ലോ. എന്നാൽ പ്രവാചകൻ കരുതിയിരുന്നത് ആ അടിമ സ്ത്രീകളെല്ലാം വിറ്റ് ഹബീബിൻ്റെ പള്ളിയിലേക്ക് ഇൽമ പഠിക്കുവാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർവഹിക്കാം എന്നാണ് കരുതിയിരുന്നത്. ഈ വിഷയം അവിടെ അവതരിപ്പിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഇതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, അതുകൊണ്ടെന്ന്. എന്നാൽ പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ അവർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദനയുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ഒരു വേലക്കാരത്തിയാണ് അവർ ചോദിച്ചത്. റബ്ബേ, എനിക്ക് അവളുടെ ആവശ്യം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദനയും സങ്കടവും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ട്. സങ്കടം സഹിക്കവയ്യാതെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി തന്നെ അത് പുറപ്പെടുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയുടെയും അലിയിൻ്റെയും അരികിലേക്ക്. അവർ കിടക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് വാതിലിൽ മുട്ടിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചെന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ മോളെ, മോൾക്ക് ഒരു വേലക്കാരിയെത്തിയെ തരുന്നതിനേക്കാളും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യവും അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യവും അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും ചൊല്ലുക. ഇന്ന് നിങ്ങൾ ചോദിച്ചതിനേക്കാൾ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണത്. പ്രവാചകൻ്റെ വാക്ക് കേട്ടപ്പോൾ അവർക്ക് അടിമയെ ലഭിക്കുന്നതിനേക്കാൾ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു അത്. അത്രമേൽ മനോഹരമായിരുന്നു അവരുടെ ജീവിതം. പരിശുദ്ധ ദീനിനു വേണ്ടി ജീവിക്കണം. അതെ, അതുമാത്രമല്ല, ഈ ദുനിയാവിൽ കുറച്ച് കാലത്തെ സുഖത്തിൽ കഴിഞ്ഞാൽ നാളെ സ്വർഗത്തിലെ രാജ്ഞിയാവേണ്ട പെണ്ണാണ്. അതുകൊണ്ട് ദുനിയാവിലെ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അതെല്ലാം സഹിക്കുക എന്ന് ബീവി കരുതുകയാണ്. എന്നാൽ ഈ സമയം വളരെയധികം ദാരിദ്ര്യത്തിൻ്റെ സമയമായിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹു ജോലിയും ഇല്ല, കൂലിയുമില്ലാത്ത അവസ്ഥ, ആകെ പട്ടിണി, പരിവട്ടം. പഠിച്ചോനെ എന്തു ചെയ്യും എന്നുള്ള അവസ്ഥ. അങ്ങനെയതാ അലി റളിയല്ലാഹു അൻഹു ജോലി അന്വേഷിച്ച് പുറപ്പെടുകയാണ്. എന്ത് ജോലി കിട്ടിയാലും ഞാനെടുക്കും, കാരണം എനിക്ക് എൻ്റെ കുടുംബത്തെ പോറ്റണം എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട്. അങ്ങനെ അദ്ദേഹം
ആ ഒരു വെയിലത്ത് കൂടെ നടന്നു പോകുമ്പോഴുണ്ട് അതാ ഒരു സ്ത്രീ മണ്ണ് കുഴച്ച് കട്ട ഉണ്ടാക്കുകയാണ്. അത് വലിയൊരു തോൽപാത്രം വെള്ളം കൊണ്ടുവന്ന് ഒരു കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ഒരു കാരക്ക പകരം തരാമെന്ന് പറയുകയാണ്. അങ്ങനെ ആ വലിയ 16 തോൽപാത്രത്തിൽ വെള്ളം ദൂരേന്ന് കൊണ്ടുവന്ന് മൺകട്ടയുണ്ടാക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈകളും പൊട്ടിച്ചോരയൊലിക്കുകയായിരുന്നു. ഇനി കഴിയില്ല, എന്നെക്കൊണ്ട് വെള്ളം കൊണ്ടുവരാൻ എന്ന് അവർ പറയുമ്പോൾ ആ 16 കാരക്ക ആ സ്ത്രീ എണ്ണിക്കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് നേരെ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് ചെന്ന് അവർ രണ്ടുപേരും അത് പങ്കിട്ട് കഴിക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടക്കുകയാണ്. ഫാത്തിമ ബീവി മുത്ത് ഹബീബിൻ്റെ ചാരത്തിരിക്കുന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് ഫാത്തിമ ബീവി കരഞ്ഞു പോയി. എൻ്റെ പ്രിയപ്പെട്ട മോളെ, ഇങ്ങടുത്തേക്ക് വരൂ. അത് ഫാത്തിമ ബീവിയുടെ ചെവിയിൽ എന്തോ പ്രവാചകൻ മന്ത്രിക്കുന്നു. എന്നാൽ അത് കേട്ട് ഫാത്തിമ ബീവി കരയുകയായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും വിളിച്ചു. ആ ഒരു കാര്യം കേട്ടപ്പോൾ അതാ ഫാത്തിമ ബീവി പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അലി ചോദിച്ചു, അല്ലയോ ഫാത്തിമ, നീ എന്തിനായിരുന്നു ആദ്യം കരഞ്ഞത്? പിന്നെന്തിനാണ് ചിരിച്ചത്? അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട അലിയെ, അതെ, എൻ്റെ പിതാവ് ഇവിടം വിട്ടു പോവുകയാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ കരഞ്ഞത്. എന്നാൽ പിന്നെ എന്നെ വിളിച്ചത് എൻ്റെ പൊന്നു മോളെ, ഞാൻ മരിച്ചതിന് ശേഷം അത് എൻ്റെ അരികിലേക്ക് ആദ്യം വരുന്നത്, എന്നിലേക്ക് ചേരുന്നത് നീയായിരിക്കും. അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത്. എന്നാൽ 6 മാസത്തോളം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫാത്തിമ ബീവിയും അത് മരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ ബീവിയെ മറവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെയും കൈപിടിച്ച് വീണ്ടും ഖബറിടത്തിലേക്ക് വരികയാണ് അലിയാർ തങ്ങൾ. ആ ഖബറിനോടായിട്ട് പറയുകയാണ് അലിയാർ തങ്ങൾ, ഖബറെ, എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ ഇന്നലെ വരെ എൻ്റെ കൂടെ കിടന്നവളാണ്. എന്നാൽ ഇന്ന് നിൻ്റെ കൂടെയാണ്, നിൻ്റെ മണ്ണിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഖബറെ, എൻ്റെ ഫാത്തിമയെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. അദ്ദേഹം കവിത പാടിക്കൊണ്ടിരുന്നു. അതെ ഖബറെ, എൻ്റെ ഫാത്തിമയാണ് കേട്ടോ ഇതിനകത്ത്, നീ വേദനിപ്പിക്കരുത് കേട്ടോ. ജീവിതകാലത്ത് ഒരിക്കൽ പോലും അവളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, അദ്ദേഹം പാടിക്കൊണ്ടിരുന്നു. എന്നാൽ ഫാത്തിമ ബീവി വഫാത്തായതിനു ശേഷം അലിയുടെ ജീവിതം ഒട്ടും സുന്ദരമല്ലായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഫാത്തിമ, നീ പോയതിനു ശേഷം ഈ ദുനിയാവ് ഒട്ടും സുന്ദരമല്ല. നീ ഇല്ലാത്ത ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അവരുടെ പ്രണയാർദ്രമായ ആ ഒരു ദാമ്പത്യ ജീവിതം അങ്ങനെ അവസാനിക്കുകയാണ്. അതെ, അലി ഫാത്തിമ പ്രണയം അത് ലോകത്തിൽ ഒരിക്കലുമില്ലാത്ത പ്രണയമായിരുന്നു. അത്രക്കും സ്നേഹമായിരുന്നു അവർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് സമീറ കരഞ്ഞുപോയി. അതെ, ഉസ്താദിനും സമീറക്കും അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, സ്റ്റോറിയുടെ ഇടയിൽ ഈ ഒരു കഥ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് ഫാത്തിമ ബീവി വഫാത്ത് ദിനമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞെന്ന് മാത്രം. പക്ഷേ പലർക്കും ഇഷ്ടമില്ല ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത്. പിന്നെ റമദാൻ മാസമല്ലേ, അതുകൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ഇടയിൽ ചേർത്താന്ന് വിചാരിച്ചത് കൊണ്ടാണ്. അതും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഉമ്മയായ ഫാത്തിമ ഉമ്മ, അതെ, നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട ആ ഒരു മഹിള രത്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്വർഗത്തിൽ കടക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.